ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായൊരു പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തോടു കൂടെ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവശബ്ദം കേട്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധാനയായിരിക്കുവാൻ കർത്താവിനാൽ കൃപ ലഭിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. മോർണിംഗ് പ്രയറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 2024 ജനുവരി മാസം 13-ാം തീയതി ശനിയാഴ്ച. ഒരു അനുഗ്രഹീതമായ പകലായി ഈ പകൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 128-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതേ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരോട് ആത്മനിയോഗത്തോടെ ഈ വചനത്തെ വിളിച്ചു പറയുകയാണ്: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ സ്വന്തം അധ്വാനം കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ആമേൻ, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ പ്രയത്നം കൊണ്ട് എനിക്കൊരു വീട് ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ആമേൻ, എൻ്റെ പണം കൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ആമേൻ, ആ പ്രിയപ്പെട്ടവരെ നോക്കി ആത്മനിയോഗത്തോടെ ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുകയാണ്: നീ ഭാഗ്യവാനാണ്, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിർമ്മലമായ ഹൃദയത്തോടെ, പരമമായ മനസ്സോടെ ദൈവമുഖത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് ആത്മനിയോഗത്തോടെ പറയട്ടെ: നിന്റെ കൈകളുടെ അധ്വാന ഫലം തിന്നുമെന്ന് മാത്രമല്ല, നീയൊരു ഭാഗ്യവാനായി ഇന്ന് പകൽ മാറുകയാണ്. നിനക്ക് നന്മ വരുന്നയൊരു പകലായി, നിന്റെ ജീവിതത്തിൽ നന്മ വെളിപ്പെടുന്ന, അനുഗ്രഹം വെളിപ്പെടുന്ന, വിടുതലുകൾ വെളിപ്പെടുന്ന, ദൈവികമായ കരുതലുകൾ വെളിപ്പെടുന്ന ഒരു പ്രഭാതമായി പ്രഭാതം യേശുവിൻ്റെ നാമത്തിൽ മാറുവാനിടയായി തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹീതമായൊരു പ്രഭാതമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഈ പ്രഭാതം ഒരു അനുഗ്രഹീതമായ പ്രഭാതമെന്ന് പറയുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. പലരുടെയും ജീവിതത്തിൽ നാളത്തെ പകലിനെ അല്ല, ഇന്ന് ഈ പ്രഭാതത്തെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാതെ, ആമേൻ, എങ്ങനെ ഞാൻ അവരോട് എന്താണ് പറയുക, അവരോട് എന്ത് മറുപടി പറയും, ആമേൻ, ഒരു മറുപടി പറയുവാൻ പോലും ഇല്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുമ്പോൾ, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, ഏത് സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യുവാൻ, അഭിമുഖീകരിക്കുവാൻ, ആമേൻ, കഴിയുന്നവർക്ക് മാത്രമേ ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ എന്ന ആ പച്ചയായ യാഥാർത്ഥ്യത്തെ ഒന്നുകൂടെയൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ്, ആമേൻ, ആമേൻ, കുരുട്ടുവഴികളിലേക്ക്, ഉപാധികളിലേക്ക് തിരിയുന്നതിന് മുമ്പ്, ആമേൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ശാന്തമായൊരു മനസ്സിനെ സ്വീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, ആമേൻ, ദൈവം തരുന്ന ആലോചനകൾക്കനുസരിച്ച് ശാന്തമായി മുന്നോട്ടു പോകുവാൻ ഇടയായിത്തീരുകയാണ് എങ്കിൽ നിശ്ചയമായും നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്, വെല്ലുവിളികൾക്ക് ഉള്ള മറുപടികൾ, സൊല്യൂഷനുകൾ അത് കണ്ണിനു മുമ്പാകെ തുറന്നു തരുവാൻ
ദൈവത്തിന് കഴിയും. ആമേൻ. യോർദാനിലേക്ക് കാൽപാദങ്ങൾ വെച്ചാൽ മാത്രമേ ഇതുവരെ കാണാത്തൊരു പുതുവഴി അവിടെ തുറക്കപ്പെടത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. യോർദാൻ കണ്ട് അതിൻ്റെ അവസ്ഥ കണ്ട് ആമേൻ പകച്ചു നിൽക്കുന്ന ഒരുവന് വേണ്ടിയും ആമേൻ ഒരു നദിയുടെ ഒഴുക്കും ഒരിടത്തും നിന്നിട്ടില്ല. ആമേൻ. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ കൈമാറട്ടെ. ഏത് വെല്ലുവിളികളുടെ മധ്യത്തിലും ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ആ വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ ശാന്തമായ മനസ്സ് മുന്നോട്ട് ചുവട് വെക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത പുതുവഴികളെ തുറന്ന് ഇതുവരെ കേൾക്കാത്ത ദൈവശബ്ദത്തെ വെളിപ്പെടുത്തി ഇതുവരെ കരുതാത്ത ആമേൻ വെളിപ്പെടാത്ത ദൈവികമായ കരുതലുകളെ അനുഭവിച്ചുകൊണ്ട് ആമേൻ വാഗ്ദത്തത്തിലേക്ക് കുതിച്ചു പായാൻ ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ഒരു ഉപകാരമായി തീരുന്ന പ്രഭാതമായി തീരുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏത് സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാൻ ഫേസ് ചെയ്യുവാനുള്ള ആ ചങ്കൂറ്റം ആമേൻ നമ്മൾ കാണിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. പലരും ജീവിതത്തെ ഫേസ് ചെയ്യുവാൻ ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വറീഡായി ടെൻഷനായി ആകുലപ്പെട്ട് വിചാരപ്പെട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് അനുദിനം കാണുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുന്നു. അത് പ്രായമുള്ളവരെന്നില്ല, ചെറുപ്പക്കാരെന്നില്ല, കുഞ്ഞുങ്ങളെന്നില്ല, ആമേൻ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യരും പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുവാൻ കഴിയാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാനായി സൊല്യൂഷനായി അവർ തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ആമേൻ മരണത്തെ ഫേസ് ചെയ്യുവാൻ താങ്കൾ സ്വീകരിക്കുന്ന എടുക്കുന്ന ചലഞ്ചസിൻ്റെ ആമേൻ വെല്ലുവിളികളുടെ ആമേൻ ആമേൻ 4ൽ 1 അംശം തൻ്റെ ഇടം ആമേൻ ജീവിക്കുവാനായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു വലിയ അനുഗ്രഹമായി മാറുവാനിടയാകും. നിങ്ങളുടെ രക്തബന്ധങ്ങൾക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറുവാനിടയാകും. ഒരിക്കൽ കൂടി പറയട്ടെ, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മതിയാക്കി എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാനൊന്ന് പുറത്തു വരുമെന്ന് ആമേൻ ഒന്ന് ചിന്തിക്കുവാൻ ഇടയായി തീരുകയാണെങ്കിൽ ആമേൻ മരണത്തിൻ്റെ അവസ്ഥയിൽ രക്തബന്ധങ്ങൾക്ക് തീരാ നഷ്ടമായി നിന്റെ ജീവിതം മാറാതെ, നിനക്ക് തന്നെ നിന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതെ ആമേൻ ആമേൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചുവടുകൾ മുന്നോട്ട് പോകുവാൻ ഇടയായി തീരുമ്പോൾ പ്രശ്നങ്ങളുടെ സൊല്യൂഷനുകൾ കണ്ണിനുമുഖെ വെളിപ്പെടുത്തി ആമേൻ നിന്റെ സമാധാനമുള്ളൊരു ശുഭഭാവിയിലെ നിന്റെ ജീവിതത്തെ കരം പിടിച്ചുയർത്താൻ ഇന്ന് പ്രഭാതത്തിൽ സർവശക്തനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ കൃപയുടെ കരം ശക്തിയോടെ ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മരണചിന്തകൾ ചില കുടുംബങ്ങളെ വിട്ടുമാറട്ടെ. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ചില യൗവനക്കാരുടെ ഹൃദയത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആമേൻ കുടുംബ ജീവിതത്തിലെ വിള്ളലുകൾ നിമിത്തമായി, പ്രശ്നങ്ങൾ നിമിത്തമായി ഈ വിഷയത്തിനൊരു പരിഹാരമില്ല, ആമേൻ, ഞാൻ അവസാനിച്ചാലേ ഈ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകൂ എന്ന് ചിന്തിച്ച് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ആമേൻ ആത്മനിയോഗത്തോടെ കൈമാറുകയാ. അല്ല, മരണമല്ല, ജീവനാണ്. ആമേൻ, നിത്യജീവന്റെ മൊഴികളുള്ള ഒരുവനെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താം. അവൻ്റെ പേര് നസ്സറായനായ ക്രിസ്തുവെന്നാണ്. ആമേൻ, കർത്താവായി യേശു ക്രിസ്തുവെന്നാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവെന്ന നാമമാണ്. ആ യേശുവെന്ന നാമത്തിൽ നിന്റെ മരണത്തിൽ നിന്ന് നിന്നെ ജീവനിലേക്ക് നടത്തുവാൻ ആമേൻ ശക്തിയുണ്ട്. കാരണം അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി ഉയർത്തുന്നേറ്റവനാണ്. അതേ പ്രിയ സഹോദര, നീ മരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഒരുവൻ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തിൻ്റെ
ചിന്തകളെ പുറകിലെറിഞ്ഞു കളഞ്ഞിട്ട് എങ്ങനെ ഈ വിഷയത്തിൻ്റെ പരിഹാരം കാണാമെന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വേഡ്, ഒരു പദം, ഒരു നാമം, ഒരു പേര് ആമേൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. യേശു ക്രിസ്തു എന്നാണ് ആ പേര്. ആമേൻ. യേശുവിലേക്ക് നോക്ക്, നിശ്ചയമായും നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറുവാൻ ഇടയായിരും. മരിക്കാനായിട്ട് നമ്മൾ കാണിക്കുന്ന തൻ്റെ ഇടത്തിൻ്റെ 1/4 മാത്രം തൻ്റെ ഇടം മതി. ആമേൻ. നമുക്ക് ആമേൻ ജീവിച്ച് കാണിക്കാനായിട്ട്. ആമേൻ. വെല്ലുവിളികളെ, ഒരു ചലഞ്ചസുകളെ ആമേൻ ധൈര്യത്തോടെ ഫേസ് ചെയ്യുവാനിടയാകട്ടെ. അവരോട് പറയാനുള്ളത്, നാവിൽ കർത്താവ് തരുമെന്നേ. നാളെ പ്രഭാതത്തിൽ, അല്ല ഇന്ന് പ്രഭാതത്തിൽ, ആമേൻ ആമേൻ ഈ ദിവസങ്ങളിൽ നീ പറയേണ്ടത്, നിന്റെ നാവിൽ പറയുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ കൃപയുടെ കരം ഇന്ന് ശക്തമായി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, പക്ഷെ കടം കുറയുന്നില്ല. അത് വീണ്ടും 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 വർദ്ധിച്ച് വരികയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ കടം കൂടി വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ? അടുത്ത ഒരു ലോൺ പാസ്സാകണം, അടുത്തൊരു ലോൺ കിട്ടിയിട്ട് വേണം ആമേൻ ഈ കടമെല്ലാം ഒന്ന് കൊടുത്തു തീർക്കാൻ. ചെറിയ കടം കൊടുത്തു തീർക്കാൻ വലിയ ആമേൻ ആമേൻ കടത്തെ കൂട്ടുപിടിക്കുകയാണ്. ചെറിയ പിശാചിനെ ഒതുക്കാൻ വലിയ പിശാചിനെ കൂട്ടുപിടിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ചെറിയ കടത്തിൽ നിന്ന് വലിയ കടത്തിലേക്കുള്ള പ്രയാണത്തെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനമെടുക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? KSRTC അതിൻ്റെ വരവ് വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ചെലവ് കുറയ്ക്കുവാനായിട്ട് വേണ്ട നടപടികളെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്കും നമുക്ക് ആമേൻ നമ്മുടെ വരവ് കൂട്ടുവാൻ എന്താണ് ഉപാധി എന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ആമേൻ ആമേൻ ചിലവ് എവിടെയൊക്കെ കുറയ്ക്കുവാൻ കഴിയും എന്നതിനെ കുറിച്ച് ആമേൻ നമുക്കൊന്ന് ചിന്തിക്കാം. വരവ് അറിഞ്ഞ് ചിലവാക്കുന്ന വരവറിഞ്ഞ് ചിലവിടുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ ഒന്ന് ശീലിക്കുവാൻ ഈ പുതിയ വർഷത്തിൽ പ്രഥമ മാസത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. അഭിമാനം നോക്കി കടങ്ങൾ എടുത്ത് ആമേൻ വല്ലാത്തൊരു പരുവത്തിലേക്ക് പോകാതെ, ഹല്ലേലൂയ, കടക്കണിയിലേക്ക് അകപ്പെടാതെ ആമേൻ ഉള്ള അവസ്ഥയിൽ ആമേൻ ഉള്ളതിൽ തൃപ്തനായി സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. സങ്കീർത്തനങ്ങൾ 128 2 വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ആമേൻ. ഉയർന്ന സാലറി ഉണ്ട്, നല്ല വരുമാനമുണ്ട്, എന്നാൽ ആമേൻ 5-ാം തീയതി, 10-ാം തീയതി, 15-ാം തീയതി, 20-ാം തീയതി അങ്ങനെ ഓരോ തീയതികൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ ആമേൻ ഹല്ലേലൂയ അടവുകൾ അടച്ച് ആമേൻ ലോണുകൾ അടച്ച് ലാസ്റ്റ് മാസാവസാനമാകുമ്പോൾ നമുക്ക് ചെലവിന് പോലും ആമേൻ പണം നമ്മുടെ പക്കൽ ഇല്ലാത്ത അനുഭവത്തിൽ തുടരുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ, ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. ഒരു മാറ്റത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ ഉറപ്പു തരുന്നു: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിന്റെ തലമുറ അതനുഭവിക്കും. ആമേൻ. കടം കയറി ആമേൻ നശിച്ചു പോകുന്ന ഒരനുഭവത്തിലല്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കൂടി കരുതത്തക്ക നിലവാരത്തിൽ ഇന്ന് പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയുടെ കരം നിന്നെ ശക്തീകരിക്കാൻ പോവുകയാണ്. ആമേൻ. മാറ്റത്തിനായി ആഗ്രഹിക്കുക, മാറ്റത്തിനായി വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുക. അസാധ്യങ്ങൾ സാധ്യമായി തീരും. ദൈവം സകലത്തെയും സാധ്യമാക്കുന്നവനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്. ആ ദൈവത്തിൻ്റെ കൃപയുടെ കരം ഇന്ന് പ്രഭാതത്തിലും നമുക്കായി ചലിക്കുന്നുണ്ട്. ആകയാൽ ആമേൻ വചനം ഉറപ്പു തരുന്നു: നിനക്ക് നന്മ വരും, നീ ഭാഗ്യവാനാണ്, നിനക്ക് നന്മ വരും.
ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിന്നെ നോക്കി പറയുകയാ, നീ ഭാഗ്യവാനാണ്. യേശുവിൻ്റെ നാമത്തിൽ വചനം വിളിച്ചു പറയുന്നു, നീ ഭാഗ്യവാനാണ്. ആമേൻ. നീ നിരാശപ്പെടാൻ വരട്ടെ, ആമേൻ, ആകുലപ്പെടാൻ വരട്ടെ, ടെൻഷനാകുവാൻ വരട്ടെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വരട്ടെ. ആമേൻ, 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 ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നീ ഒരു ഭാഗ്യവാനാണ്. കാരണം ഹല്ലേലൂയ, നിനക്ക് നന്മ വരും. എവിടെ നിന്ന്? ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കൈകളിലേക്കും ദാസ്യമാരുടെ കണ്ണ് യജമാനത്തിയുടെ കൈകളിലേക്കും എന്നതുപോലെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, നിനക്ക് വേണ്ടി അവൻ വിചാരിക്കുന്നവനാണ്. അവൻ എൻ്റെ കരുതലിൻ്റെ കലവറയെ ഇന്ന് പ്രഭാതത്തിൽ നിനക്കായി തുറക്കുന്നു. നിനക്ക് നന്മ വരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിനക്ക് നന്മ വരുന്ന ഈ ഒരു പകലായി മാറട്ടെ. നിന്റെ അധ്വാന ഫലം നീ തന്നെ അനുഭവിക്കുവാനിടയാട്ടെ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ആമേൻ, നിന്റെ അധ്വാന ഫലം നിനക്ക് അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, ചില തന്ത്രങ്ങൾ മെനഞ്ഞ്, ഉപായങ്ങൾ മെനഞ്ഞ്, കൗശലങ്ങൾ മെനഞ്ഞ്, ആമേൻ, നിന്റെ അവകാശത്തിൻ്റെ മേൽ ദൃഷ്ടി വെച്ച്, ആമേൻ, അതിനെ കൈവശമാക്കുവാൻ ശ്രമിച്ച ചില പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവികമായ നിയോഗം വെളിപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടയാകുകയാ. ഒരു വലിയ ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരികയാ. ശമനയ, ഹദുനിയ, രഗദനിയ, രബൗദനിയ, അർഖമാനിയ, സൈദൽ, റഹബാന, ഹദ്വി, രഗദനി, അൻബാർ, ഹേ മനാസി, അദ്വല, രബൗദന, രഗദന. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. യേശുവിൻ നാമത്തിൽ പറ. ഇന്ന് പകൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഭാഗ്യവാനാണ്, എനിക്ക് നന്മ വരും. ആമേൻ. ഞാൻ ഭാഗ്യവാനാണ്, എനിക്ക് നന്മ വരും. ആമേൻ. എനിക്ക് നന്മ വരും. ആമേൻ. എനിക്കും നന്മ വരും. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നന്മ വരും. യേശുവിൻ നാമത്തിൽ എനിക്ക് തിന്മയല്ല. ആമേൻ. എനിക്ക് നന്മ വരും. എനിക്ക് നന്മ വരും. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മക്കളെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ അവരുടെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിൻ്റെ പകലാകട്ടെ. അവരുടെ അധ്വാന ഫലം അവരും അവരുടെ തലമുറകളും അനുഭവിക്കുവാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ, ആമേൻ, കർത്താവിൽ നിന്ന് നന്മ വരുന്ന പകലായി മാറട്ടെ. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവനാമം മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, കേൾക്കണമേ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭദിനം നേരുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.